അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക എടുത്ത് കൊണ്ടുവന്നു. അതാ നമ്മൾ മുറിക്കുകയാണ് അത് കേട്ടോ. അത് മുറിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ചക്ക മുറിച്ചു. നല്ല മൂർച്ചയുള്ള കത്തിക്കാണ്, പെട്ടെന്ന് മുറിഞ്ഞു കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ ചക്ക മുറിച്ചെടുത്തു. പിന്നെ ഇക്കാണ് എനിക്കതിൻ്റെ ഫുള്ള് പീസാക്കി തന്നതൊക്കെ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചുളകളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നല്ല അതിൻ്റെ ചവിനിയൊക്കെ പോക്കിയിട്ട് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. കുരു ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളതാ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുരു ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് കുരുവൊക്കെ എടുത്തിട്ട് അതിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുരുവിൻ്റെ ആ തൊലി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് പോലത്തെ തൊലി ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങനെ ഇരുന്ന് അത് ഒഴിവാക്കിയപ്പോൾ നുഞ്ഞുമോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനതൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കിയിട്ട് കഴുകി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. നല്ല വെള്ളം വാർത്തിയെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വാർത്തിയെടുത്തതിന് ശേഷം ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം മാത്രം, കൂടുതൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ. അപ്പം കൂട്ടാൻ്റെ അധികം വെള്ളമാവും വെച്ചിട്ടില്ല. അങ്ങനെ ഒരു 4 വിസലിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചു. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാ, നല്ല ചക്കക്കൂട്ടാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും അധികമില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാണ്ട്. അതിനായിട്ട് ഞാനെടുത്തത് തേങ്ങ, പെരുംജീരകപ്പൊടി, 4 പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരിയേണ്ട, കുറച്ചൊരു തരിയുള്ള കോലത്തിൽ അരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നന്നായിട്ട് പേസ്റ്റായിട്ട് വേണ്ട. അപ്പം ഞാനത് അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഇനി തേങ്ങ നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരയ്ക്കേണ്ട, ഒരു മീഡിയം രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ചക്ക വേവിച്ചതിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേന് തിളച്ചതിന് ശേഷം നമ്മൾ അത് ലാസ്റ്റായിട്ട് വേണ്ടിയിട്ടാണ് അതൊന്ന് വറവിട്ടെടുക്കണം, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവും. അതിന് വറ്റൽമുളക് മസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ, പിന്നെ കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ടിട്ടാണ് ഞാൻ അത് വറവിട്ടെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ദാ നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ചക്കക്കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ആ പെരുംജീരകപ്പൊടിയും എന്താ പറയുക, നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ചക്കക്കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കൂട്ടുകാരെ, നല്ല കറിയൊക്കെ ഒഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.